600 കോടി രൂപയുടെ പരസ്യമാണ് ഒരു വർഷം കേരളത്തിലെ ന്യൂസ് ചാനലുകൾക്കെല്ലാം കൂടി ലഭിക്കുന്നത്. അതിന്റെ പങ്ക് പറ്റാൻ ഇപ്പോൾ തന്നെ 11 വാർത്താ ചാനലുകൾ 24 മണിക്കൂർ മത്സരിക്കുന്നു. വിശക്കുമ്പോൾ വേട്ടയാടുന്നത് തെറ്റല്ല എന്ന കാട്ടു നിയമത്തിലാണ് വാർത്താ ചാനലുകൾക്ക് വിശ്വാസം. അതിനവർ സെൻസേഷണലിസത്തിന്റെ മറുകര തേടുന്നു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുതിയ ന്യൂസ് ചാനലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കെല്ലാം കൂടിയുള്ള വിപണി ആരുണ്ടാക്കി നൽകും? ഇതെവിടെ പോയി നിൽക്കും? അപ്പോൾ പണം മാത്രമല്ല അവരുടെ ലക്ഷ്യമെന്ന് ബോധ്യമായില്ലേ? ആധുനിക കൺസ്യൂമർ മാർക്കറ്റിൽ ഒരു പറച്ചിലുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സൗജന്യമായി നിർബാധം നൽകുന്നുണ്ടെങ്കിൽ ഓർക്കണം, അവിടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് ഉൽപ്പന്നം. നമ്മുടെ ശ്രദ്ധ, മുൻഗണനകൾ, ധാരണകൾ, തീർപ്പുകൾ, ബോധ്യങ്ങൾ ഇതെല്ലാമാണ് അവർക്ക് ആവശ്യം. അവരുടെ ലാഭനഷ്ടക്കണക്കുകളുടെ പുസ്തകം തുറന്നൊന്ന് നോക്കാം. അവരുടെ വരവെത്ര, ചെലവെത്ര, വരവും ചെലവും കൂട്ടിമുട്ടാതാകുമ്പോൾ അവർ പ്രസരിപ്പിക്കുന്ന വിഷമെത്ര എന്നല്ല. 1990കളുടെ അവസാനമാണ് കേരളത്തിൽ കേബിൾ ടി വി എത്തുന്നത്. സാറ്റലൈറ്റ് വിപ്ലവകാലത്ത് ആദ്യം വന്ന സ്വകാര്യ ചാനലുകൾ വിനോദം മാത്രമാണ് വിളമ്പിയത്. റഷ്യയിൽ വ്യവസായിയായിരുന്ന ഡോക്ടർ റെജി മേനോനും അദ്ദേഹത്തിൻ്റെ മരുമകനും മാധ്യമപ്രവർത്തകനുമായ ശശികുമാറും ചേർന്ന് ആദ്യത്തെ സാറ്റലൈറ്റ് വാർത്തകൾക്ക് കേരളത്തിൽ തിരികൊളുത്തി. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് പിറന്നു. ചാനലിൻ്റെ ഉടമസ്ഥത പിന്നീട് സ്റ്റാർ ഇന്ത്യ വഴി ദ വാൾട്ട് ഡിസ്നി കമ്പനി ഗ്രൂപ്പിലേക്ക് മാറി. 2002 സെപ്റ്റംബർ 16 CPMന്റെ വാർത്താ ചാനൽ കൈരളി PP എഴുതുന്നത്. പിന്നാലെ ഇന്ത്യ വിഷൻ എത്തി. ശക്തമായ എഡിറ്റോറിയൽ നിലപാടുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ വിഷനാണ് രാഷ്ട്രീയം ദൃശ്യമാധ്യമങ്ങളുടെ റൺഡൗണിലെ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. 5 വർഷത്തോളം ഞാനും ആ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. 2006 മലയാള മനോരമ ഗ്രൂപ്പ് സ്വന്തം വാർത്താ ചാനൽ ആരംഭിച്ചു. മനോരമ ന്യൂസ് വളരെ വേഗത്തിലാണ് ആദ്യഘട്ടത്തിൽ വളർന്നത്. പത്രത്തിന്റെ ശക്തമായ റിപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് അവർ നന്നായി ഉപയോഗിച്ചു. 2008 മാതൃഭൂമി ഗ്രൂപ്പും വാർത്താ ചാനൽ രംഗത്തേക്കെത്തി. ഇന്ത്യ വിഷനിൽ നിന്നും പുറത്തുപോയ നികേഷ് കുമാർ 2009 റിപ്പോർട്ടർ TV ആരംഭിച്ചത്. സാങ്കേതിക വിദ്യയിൽ മികച്ചതെന്ന റിപ്പോർട്ടർ TV അന്വേഷണാത്മക റിപ്പോർട്ടുകൾക്ക് മുൻഗണന നൽകി. 2013 മീഡിയ വൺ TV ആരംഭിച്ചു. 2018 ആരംഭിച്ച 24 ന്യൂസ് യൂത്തിനെ ആകർഷിക്കാൻ ഓഗ്മെന്റഡ് റിയാലിറ്റിയുമായി എത്തി. കേരളത്തിലെ വാർത്താ ചാനലുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ശക്തി ആദ്യം തിരിച്ചറിഞ്ഞത് 24 ന്യൂസ് ആയിരുന്നു. പിന്നാലെ 24/7, ബിഗ് ന്യൂസ് എന്നിവയും. 2005 മുതൽ 2020 വരെയുള്ള സമയം 10ഓളം വാർത്താ ചാനലുകളാണ് കേരളത്തിൽ ആരംഭിച്ചത്. അവയിൽ മിക്കതും അടച്ചുപൂട്ടുകയോ പ്രവർത്തനം നാമമാത്രമാക്കുകയോ ചെയ്തു. TV ന്യൂ, മംഗളം TV, ഇന്ത്യ വിഷൻ തുടങ്ങിയവ. ഇവരുടെ പ്രൊഡക്ഷൻ റൂമുകളിലെ രാഷ്ട്രീയമോ ഫ്ലോറിലെ വാർത്താ ഗുസ്തികളോ പരിശോധിച്ചാൽ ഈ വീഡിയോ തീരാൻ പോകുന്നില്ല. വിപണി മാത്രമാണ് നമ്മുടെ വിഷയം. ഇവർ പണമെറിഞ്ഞ് പണമുണ്ടാക്കുന്ന കേരളമെന്ന വാർത്താ സാക്ഷര പുഞ്ചപാഠം എത്രമാത്രം സമൃദ്ധമാണ്. അതെന്ന് തീർന്നു പോകും. ആരായിരിക്കും സർവൈവ് ചെയ്യുക? പിന്നെ എല്ലാത്തിലും ഉപരി ആവശ്യത്തിന് ലാഭമില്ലെങ്കിൽ വേറെന്താണ് അവർക്ക് വേണ്ടത്? ആദ്യം അവരുടെ വരവ് ചെലവുകൾ നോക്കാം. അവിടെയാണ് വാർത്തകളുടെ മർമ്മമുള്ളത്. ഒരു വാർത്താ ചാനലിൻ്റെ ഏറ്റവും വലിയ ചെലവ് ജീവനക്കാരുടെ ശമ്പളമാണ്. മലയാളത്തിലെ ടോപ്പ് 3 ന്യൂസ് ചാനലുകളിൽ സാധാരണയായി 120 മുതൽ 200 ജീവനക്കാർ വരെ ഉണ്ടാകും. വാർത്ത അവതരിപ്പിക്കുന്ന ആങ്കർമാർ, റിപ്പോർട്ടർമാർ, ക്യാമറമാൻമാർ, വീഡിയോ എഡിറ്റർമാർ, ഗ്രാഫിക്സ് ടീം, പ്രൊഡ്യൂസർമാർ, ന്യൂസ് എഡിറ്റർമാർ, ടെക്നിക്കൽ എഞ്ചിനീയർമാർ, സ്റ്റുഡിയോ ടെക്നീഷ്യന്മാർ, ഡിജിറ്റൽ ടീം, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങി ഡ്രൈവർമാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും മെസ്സിലെ സ്റ്റാഫും ശുചീകരണ തൊഴിലാളികളും വരെ. പുതുനിര വാർത്താ ചാനലുകളിൽ ഒരു ലീഡിംഗ് ആങ്കറുടെ ശമ്പളം മാസം 2 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ എത്തും. സാധാരണ റിപ്പോർട്ടർമാർക്ക് മാസം 30,000 മുതൽ 1 ലക്ഷം വരെ ലഭിക്കാം. ടെക്നിക്കൽ സ്റ്റാഫിനും എഡിറ്റർമാർക്കും 30,000 മുതൽ 1.5 ലക്ഷം വരെ. മലയാളം ന്യൂസ് ചാനലിലെ ശരാശരി ജീവനക്കാരൻ്റെ ശമ്പളം മാസം 40,000 രൂപ എന്ന് കരുതിയാൽ 200 ജീവനക്കാർക്ക് പ്രതിമാസം 80 ലക്ഷം രൂപ, വർഷത്തിൽ 10 കോടിയോളം രൂപ. വാർത്താ ചാനലുകളുടെ മറ്റൊരു പ്രധാന ചെലവ് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് വാനാണ്. ഒരു ആധുനിക OB വാനിൻ്റെ വില 3 കോടി മുതൽ 8 കോടി വരെയാണ്. ഒരു വലിയ ചാനലിന് സാധാരണയായി 5 മുതൽ 10 വരെ OB വാനുകൾ ഉണ്ടായിരിക്കും. ഒരു OB വാനിൻ്റെ വാർഷിക പരിപാലന ചെലവ് 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാകും. വാർത്താ ചാനലുകൾ സാങ്കേതിക സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ്. ക്യാമറകൾ, ലൈറ്റുകൾ, എഡിറ്റിംഗ് സിസ്റ്റങ്ങൾ, സെർവറുകൾ, സ്റ്റോറേജ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് വലിയ ചെലവുണ്ട്. ബ്രോഡ്കാസ്റ്റ് ക്യാമറകൾ, സ്റ്റുഡിയോ ലൈറ്റിംഗ്, ഓഡിയോ സിസ്റ്റങ്ങൾ, വീഡിയോ സ്വിച്ചറുകൾ, എഡിറ്റിംഗ് വർക്ക് സ്റ്റേഷനുകൾ, ന്യൂസ് ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ, വീഡിയോ സ്റ്റോറേജ് സെർവറുകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഒരു ബ്രോഡ്കാസ്റ്റ് ക്യാമറയുടെ വില സാധാരണയായി 15 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ്. ഒരു വലിയ ചാനലിൽ 30 മുതൽ 70 ക്യാമറകൾ വരെ ഉണ്ടാകും. ടെലിവിഷൻ ടെക്നോളജി നിരന്തരം മാറുന്ന ഒന്നാണ്. HD-യിൽ നിന്ന് ഫുൾ HD-യിലേക്ക്, അവിടെ നിന്ന് 4K-യിലേക്കും IP ബ്രോഡ്കാസ്റ്റിംഗിലേക്കും എല്ലാം നിരന്തരം മാറണം.
ഇതിനാൽ ചാനലുകൾക്ക് 3 മുതൽ 5 വർഷം വരെ ഇടവിട്ട് ഉപകരണങ്ങൾ പുതുക്കേണ്ടി വരും. ഇത് വലിയ മൂലധന ചെലവാണ്. വാർത്താ ചാനലിന്റെ ഹൃദയമാണ് അതിന്റെ ന്യൂസ് സ്റ്റുഡിയോ. ന്യൂസ് ഡെസ്ക്, വലിയ LED സ്ക്രീനുകൾ, ലൈറ്റിംഗ് സംവിധാനം, ക്യാമറ റിഗുകൾ, ഓഡിയോ കൺട്രോൾ റൂം, പ്രൊഡക്ഷൻ കൺട്രോൾ റൂം എന്നിവ ഇതിൽപ്പെടും. ഓഗ്മെന്റഡ് റിയാലിറ്റി അടക്കം ഒരു ആധുനിക വാർത്താ സ്റ്റുഡിയോ നിർമ്മിക്കാൻ 5 കോടി മുതൽ 20 കോടി വരെ ചിലവാകും. ഒരു വലിയ സ്റ്റുഡിയോയ്ക്ക് മാസം 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വൈദ്യുതി ബിൽ വരുമെന്നറിയാമോ? ഇനി അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക് നോക്കാം. ഒരു ടെലിവിഷൻ ലോകമാകെ കാണാൻ സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ വേണം. ചാനലുകൾക്ക് സാറ്റലൈറ്റിൽ ട്രാൻസ്പോണ്ടർ സ്പേസ് വാടകയ്ക്ക് എടുക്കണം. ഒരു ട്രാൻസ്പോണ്ടറിന്റെ വാർഷിക ചെലവ് സാധാരണയായി 10 കോടി മുതൽ 20 കോടി വരെ എത്തും. ചാനലുകൾക്ക് സ്വന്തം അപ്ലിങ്ക് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ നിർമ്മാണ ചെലവ് 10 കോടി മുതൽ 30 കോടി വരെയാകും. ചാനൽ സാറ്റലൈറ്റിലൂടെ വീടുകളിലെത്തിക്കാൻ കേബിൾ നെറ്റ്വർക്കുകൾക്കും DTH പ്ലാറ്റ്ഫോമുകൾക്കും കാരേജ് ഫീ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഫീ നൽകണം. ചില ചാനലുകൾക്ക് ഈ ഫീസ് ഇനത്തിൽ വർഷത്തിൽ 5 മുതൽ 10 കോടി വരെ ചിലവുണ്ട്. വാർത്തകൾ ശേഖരിക്കുന്നതും വലിയ ചിലവാണ്. റിപ്പോർട്ടർമാരുടെ യാത്ര, വിമാന ടിക്കറ്റുകൾ, ഹോട്ടൽ ചെലവ്, ക്യാമറ ടീം, ലൈവ് ട്രാൻസ്മിഷൻ എന്നിവയെല്ലാം വേണം. തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് ചില മലയാളം വാർത്താ ചാനലുകൾ 10 കോടി വരെ ചിലവഴിക്കും. വാർത്താ ചാനലിന് എല്ലാ ജില്ലകളിലും ബ്യൂറോകൾ ഉണ്ടാകും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ റീജിയണൽ ബ്യൂറോകളും. ഓരോ ബ്യൂറോയിലും ഓഫീസ് വാടക, ശമ്പളം, ഉപകരണങ്ങൾ എന്നിവ വേണം. ഒരു ബ്യൂറോയുടെ വാർഷിക ചെലവ് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം വരെ എത്താം. വാർത്താ ചാനലിന് TRP നേടാനും പ്രേക്ഷകരെ ആകർഷിക്കാനും മാർക്കറ്റിംഗ് നിർണായകമാണ്. ഹോർഡിങ്ങുകൾ, സോഷ്യൽ മീഡിയ പ്രമോഷൻ, ഇവന്റുകൾ, സ്പോൺസർഷിപ്പ് എന്നിവയ്ക്കെല്ലാം പണം ചിലവാക്കണം. ചാനലുകൾ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ്, സ്പെക്ട്രം ഫീസ്, ലീഗൽ കോംപ്ലയൻസ് എന്നിവയ്ക്ക് വർഷം തോറും 2 കോടി രൂപ വരെ ചിലവഴിക്കേണ്ടി വന്നേക്കാം. വാർത്താ ചാനലുകൾക്ക് ഇന്ന് മെയിൻ ഡെസ്കിൽ നിന്ന് വേർപെട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഡെസ്കുമുണ്ട്. ഇതിന് വീഡിയോ എഡിറ്റർമാർ, ഗ്രാഫിക് ഡിസൈനർമാർ, സോഷ്യൽ മീഡിയ മാനേജർമാർ എന്നിവ ആവശ്യമാണ്. ഇവയ്ക്കും വർഷത്തിൽ 1 കോടി മുതൽ 5 കോടി വരെ ചിലവാകാം. എല്ലാ കണക്കുകളും യോജിപ്പിച്ചാൽ ഒരു മലയാളം വാർത്താ ചാനലിന്റെ വാർഷിക ചെലവ് 45 കോടി രൂപ മുതൽ 60 കോടി രൂപ വരെയാണ്. ഇനി വരവോ 600 കോടി രൂപ, ഏറിപ്പോയാൽ 700 കോടി. അതാണ് കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പരസ്യ വിപണി. ഈ ശുഷ്കമായ വിപണി വേണം 10-12 പേർ പങ്കിട്ടെടുക്കാൻ. വാർത്താ ചാനലുകൾക്ക് 3 വരുമാന സ്രോതസ്സുകളുണ്ട്. ഏറ്റവും പ്രധാനം പരസ്യ വരുമാനം തന്നെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വരുമാനം. കേബിൾ, DTH പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ചെറിയ ഫീസ് ഇതിൽപ്പെടും. 3 സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് പ്രോഗ്രാം. കേരളത്തിലെ മിക്ക വാർത്താ ചാനലുകളും ഫ്രീ ടു എയർ ആയതിനാൽ വാർത്താ ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ റവന്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പരസ്യ വിപണിയുടെ വലിപ്പം മാത്രം നോക്കിയാൽ മതി ഇവരുടെ ഞാണിൽ മേൽക്കളി മനസ്സിലാകാൻ. ഹിന്ദി ന്യൂസ് ചാനലുകൾക്ക് 5000 കോടി രൂപയിലേറെ വലിപ്പമുള്ള പരസ്യ മാർക്കറ്റുണ്ട്. തമിഴ് ന്യൂസ് ചാനലുകൾക്ക് 2000 കോടി, തെലുങ്കിൽ 1500 കോടി എന്നിങ്ങനെയാണ് കണക്ക്. മലയാളം വാർത്താ ചാനലുകളുടെ വിപണി ദേശീയ തലത്തിൽ വളരെ ചെറിയതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ആകെ വിപണി 600 കോടി അല്ലെങ്കിൽ 700 കോടി എന്ന് കണക്കാക്കിയാൽ 10 വാർത്താ ചാനലുകളുണ്ടെങ്കിൽ ശരാശരി കണക്കിൽ ഒരു ചാനലിന് ലഭിക്കുന്ന പരസ്യ വരുമാനം 60 കോടി രൂപ മാത്രമാണ്. ഒരു ചാനലിന്റെ വാർഷിക വരുമാനം പരമാവധി പോയാൽ 70 കോടി രൂപ. 10 വലിയ സൂപ്പർ മാർക്കറ്റുകൾ മാത്രമുള്ള ഒരു കമ്പനിക്ക് പ്രതിവർഷം ഇതിന്റെ ഇരട്ടി വിറ്റുവരവ് പ്രതീക്ഷിക്കാമെന്നിരിക്കെ ഇത്രയും ടെക്നിക്കൽ റിസ്ക് ഉള്ള ന്യൂസ് ചാനലുകൾ ഇങ്ങനെ വർഷം തോറും ഒന്നെന്ന കണക്കിൽ തുറക്കുന്നത് എന്തിനാണ്? ഇനി ഈ വരുമാനം ആരെല്ലാം പങ്കിടുന്നുവെന്ന് നോക്കാം. മലയാളത്തിലെ ടോപ്പ് 3 ചാനലുകൾ ഓരോരുത്തരും ആകെയുള്ള 600 കോടിയിലെ 80 കോടി മുതൽ 120 കോടി രൂപ വരെ കൊണ്ടുപോകും. മധ്യനിരക്കാർ 40 കോടി മുതൽ 80 കോടി വരെ നേടും. ചെറിയ ചാനലുകൾ ഓരോന്നിനും 10 മുതൽ 30 കോടി രൂപ വരെ കിട്ടും. ചാനലിന്റെ TRP, ബ്രാൻഡ് മൂല്യം, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയെ ആശ്രയിച്ചാണ് ഈ കണക്ക് മാറുന്നത്. ഇനി ഇവർക്ക് ഈ പണം കൊടുക്കുന്നത് ആരെല്ലാം എന്ന് നോക്കാം. വാർത്താ ചാനലുകളുടെ പ്രധാന പരസ്യദാതാക്കൾ ജ്വല്ലറികളാണ്. ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരസ്യ മേഖല. മലബാർ ഗോൾഡ്, കല്യാൺ ജുവല്ലേഴ്സ്, ഭീമ തുടങ്ങിയ മുൻനിരക്കാർ. രണ്ടാമത് ടെക്സ്റ്റൈൽസ് മേഖല. മൂന്നാമത് ഹോം അപ്ലയൻസസ്. കേരളത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള സാംസങ്, LG, സോണി എന്നിവരാണ് ഈ പണം ചൊരിയുന്നത്. നാലാമത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ. അഞ്ചാമത് സ്വകാര്യ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവ. ആറാമത് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടർ. 7 സർക്കാർ പരസ്യങ്ങൾ. കേരളത്തിൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഓരോ സീസണുണ്ട്. സീസണുകളിൽ പരസ്യത്തിന്റെ കളി മാറും. ഓണം, വിഷു, ക്രിസ്മസ്, റമളാൻ, ആറ്റുകാൽ പൊങ്കാല, മകരവിളക്ക് സീസൺ എന്നിവ ചാകരക്കാലമാണ്. ഓണക്കാലത്താണ് വാർത്താ ചാനലുകളുടെ വാർഷിക പരസ്യ വരുമാനത്തിന്റെ 18 മുതൽ 22% വരെ ലഭിക്കുന്നത്. അതായത് 600 കോടി വിപണിയിലെ 120 കോടി രൂപ പരസ്യദാതാക്കൾ ഇറക്കുന്നത് ഈ ഓണക്കാലത്താണ്. എന്നാൽ ഈ സമവാക്യം തന്നെയാണ് ഇപ്പോൾ തകിടം മറിയുന്നതും. കാരണം കാഴ്ചക്കാർ ടെലിവിഷനിൽ നിന്നും ഡിജിറ്റലിലേക്ക് ചേക്കേറുന്നു. വീടുകളിൽ TV ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് യുവാക്കൾ വാർത്തകൾക്കായി ആദ്യം എത്തുന്നത് മൊബൈലിലേക്കാണ്.
ഉയർന്ന ഇന്റർനെറ്റ് വേഗതയും വില കുറഞ്ഞ ഡാറ്റയും ഈ മാറ്റത്തെ ത്വരിതപ്പെടുത്തി. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും സാങ്കേതിക അവബോധവും മാറ്റം കൂടുതൽ എളുപ്പമാക്കി. ഇന്ന് ആയിരക്കണക്കിന് സ്വതന്ത്ര യൂട്യൂബ് ചാനലുകളും ഡിജിറ്റൽ ന്യൂസ് പോർട്ടലുകളുമുണ്ട്. ഇവ പലപ്പോഴും വളരെ വേഗത്തിൽ വാർത്തകൾ എത്തിക്കുന്നു. ഒരു സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ ഒരു സാധാരണക്കാരൻ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇത് വെറും ഒരു ശീലം മാറ്റം മാത്രമാണോ? അതിലുപരി മറ്റെന്തെങ്കിലും ഉണ്ടോ? മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ പ്രശാന്ത് നായരുടെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് 24 മണിക്കൂർ ന്യൂസ് ചാനലുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഒഴിവാക്കാനാവുന്നതാണെന്നാണ്. വാർത്തകൾ, സംഘർഷം, കുറ്റാരോപണം, അതിരുകടന്ന അവതരണം എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ഇത് കാഴ്ചക്കാരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം എഴുതി. പ്രേക്ഷകർ ഈ അവതരണങ്ങളെ വെറും ന്യൂസ് ഡ്രാമ മാത്രമായി കാണാൻ ശീലിച്ചിരിക്കുന്നു. പകരം നന്നായി ഗവേഷണം ചെയ്ത ഡോക്യുമെന്ററികളും ജേണലുകളും ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അവിടെയാണ് പുതിയ പ്രതിസന്ധി. 700 കോടി രൂപയുടെ വിപണി സ്ഥിരമായി ഒരൊറ്റ നിൽപ്പ് നിൽക്കുകയാണോ? അല്ല, അത് ചുരുങ്ങുകയാണ്. ഓരോ മാസവും ശോഷിക്കുകയാണ്. ഡിജിറ്റൽ പരസ്യങ്ങൾ 2015 മുതൽ ഇൻഡസ്ട്രികളുടെ ഫേവറിറ്റാണ്. ഇന്നത് എല്ലാ സീമകളും വിട്ട് കുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിവിധ ഇൻഡസ്ട്രികൾക്ക് ഇക്കാര്യത്തിൽ പല മെച്ചങ്ങളും ചൂണ്ടിക്കാട്ടാനുണ്ട്. ഒന്ന്, കൃത്യമായ ടാർഗറ്റിംഗ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയോ താല്പര്യമുള്ളവർക്ക് വേണ്ടിയോ മാത്രമായി പരസ്യം നൽകാൻ സാധിക്കും. ഓഡിയൻസ് ഡെമോഗ്രാഫിയുടെ വലിയ ഡാറ്റാ ഭണ്ഡാരങ്ങളാണ് സോഷ്യൽ മീഡിയകളും സെർച്ച് എഞ്ചിനുകളും. മാത്രമല്ല, ഒരു ഉപകരണത്തിൽ താല്പര്യം കാണിച്ച ഉപഭോക്താവിനെ റീടാർഗറ്റ് ചെയ്ത് പിന്തുടരാനും ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റിൽ സാധ്യം. രണ്ടാമതായി, ചെലവ് കുറവാണ്. ഒരു യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റഗ്രാം പേജിലോ പരസ്യം ചെയ്യുന്നതിനുള്ള ചെലവ് TV-യിലെ പ്രൈം ടൈം സ്ലോട്ടിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. മൂന്നാമതായി, ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റിൽ എല്ലാത്തിനും കണക്കുണ്ട്. എത്ര പേർ പരസ്യം കണ്ടു, എത്ര പേർ ക്ലിക്ക് ചെയ്തു എന്നെല്ലാം ഡാഷ്ബോർഡുകളിൽ തത്സമയം അറിയാൻ സാധിക്കും. ഇത് പുതിയതായി സംഭവിച്ചതല്ല. 10 വർഷം മുന്നേ കേരളത്തിലെ ന്യൂസ് ചാനലുകൾക്ക് ഇതൊരു മുന്നറിയിപ്പായിരുന്നു. 2003 ആരംഭിച്ച ഇന്ത്യ വിഷൻ കേരളത്തിലെ ആദ്യത്തെ 24 അവർ ന്യൂസ് ചാനൽ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് വന്നത്. എന്നാൽ വർദ്ധിച്ചു വന്ന മത്സരവും സാമ്പത്തിക സമ്മർദ്ദവും താങ്ങാനാകാതെ 2015 ആ ചാനൽ അടച്ചുപൂട്ടേണ്ടി വന്നു. ഞാനടക്കമുള്ള 200-ലേറെ പേരാണ് ശമ്പളം മുടങ്ങി മറ്റിടങ്ങളിലേക്ക് ചേക്കേറേണ്ടി വന്നത്. TV ന്യൂ, ജയ്ഹിന്ദ് TV തുടങ്ങിയ ചാനലുകളും സാമ്പത്തിക ഞെരുക്കത്താൽ പ്രവർത്തനം നിർത്തുകയോ ചുരുക്കുകയോ ചെയ്തു. നിലനിൽപ്പിന് കാട്ടിലെ നിയമമാണ് ശരി എന്ന് മലയാളം വാർത്താ ചാനലുകൾ വിശ്വസിച്ചു തുടങ്ങിയത് അക്കാലം മുതലാണ്. മത്സരശേഷി കിട്ടാൻ ഏതറ്റം വരെയും പോകാം. CD തപ്പി സംസ്ഥാനങ്ങളുടെ അതിർത്തി കടന്ന് മരണപ്പാച്ചിൽ നടത്താം. സ്വർണ്ണക്കടത്തുകാരിയെ ഹൈവേയിൽ ചേസ് ചെയ്യാം. അങ്ങനെ എന്തും. ടെലിവിഷന്റെ ജീവശ്വാസമാണ് TRP എന്ന ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ്. TRP റേറ്റിംഗും റാങ്കും നോക്കിയാണ് പരസ്യദാതാക്കൾ പണം ചെലവഴിക്കുക. റേറ്റിംഗിൽ മുന്നിലെത്തുന്നവർക്ക് കൂടുതൽ നല്ല റേറ്റുകളും പരസ്യങ്ങളും കിട്ടും. 1990-ൽ തന്നെ ടെലിവിഷൻ റേറ്റിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. ആദ്യകാലത്ത് ടാം റിസർച്ച് മീഡിയ എന്ന സ്ഥാപനമാണ് റേറ്റിംഗ് നൽകിയിരുന്നത്. ഇന്ത്യയിൽ TRP അളക്കുന്നതിന് ഒഫീഷ്യൽ ബോഡിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ന ബാർക്ക് 2010-ൽ ഈ ചുമതല ഏറ്റെടുത്തു. പരസ്യദാതാക്കൾ, പരസ്യ ഏജൻസികൾ, ബ്രോഡ്കാസ്റ്റർമാർ എന്നിവരുടെ കൂട്ടായ്മയാണ് ബാർക്ക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ്, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവയാണ് പ്രധാന പങ്കാളികൾ. ആദ്യകാലം ബാർക്ക് റേറ്റിംഗിൽ പാരമ്പര്യവാദികളാണ് മുന്നിൽ നിന്നത്. മനോരമ ന്യൂസ് വളരെ വേഗത്തിൽ തന്നെ TRP റേറ്റിംഗിൽ മുൻപന്തിയിലെത്തി. കൗണ്ടർ പോയിന്റ്, കുറ്റപത്രം, തിരുവ എതിർവ, നാട്ടുവാർത്ത, പുലർവേള, ഗൾഫ് ദിസ് വീക്ക് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ അവർക്ക് പ്രേക്ഷകരെ നിലനിർത്താൻ സാധിച്ചു. കാലം പോകെ പുതിയ കളിക്കാരെത്തി. പാരമ്പര്യവാദികൾ പുറംതള്ളപ്പെട്ടു. TRP സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വിമർശനം അതിൻ്റെ അശാസ്ത്രീയതയാണ്. രാജ്യത്തെ മുഴുവൻ ടെലിവിഷൻ കാഴ്ചക്കാരുടെയും പ്രതിനിധികളായി 45,000 കുടുംബങ്ങളെ മാത്രമാണ് ബാർക്ക് നിരീക്ഷിക്കുന്നത്. ശമ്പളം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ കുടുംബങ്ങളെ 12 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ ചെറിയ സാമ്പിൾ സംഖ്യ തന്നെയാണ് TRPയുടെ പ്രധാന പോരായ്മ. 3.5 കോടിയിലധികം ജനസംഖ്യയുള്ള കേരളത്തിലെ 1.5 കോടിയിലധികം വരുന്ന ടെലിവിഷൻ ഉപഭോക്താക്കളുടെ അഭിരുചി നിർണ്ണയിക്കുന്നത് 1000-ഓളം ബാർക്ക് മെഷീനുകളാണ്. ഈ ചുരുക്കം ചില കുടുംബങ്ങളെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ മുഴുവൻ റേറ്റിംഗും മാറ്റി എഴുതാനാകും. അതാണ് ഈ സംവിധാനത്തിൻ്റെ ദൗർബല്യം. TRP കൃത്രിമത്വം സംബന്ധിച്ച ആരോപണങ്ങൾ പുതിയതല്ല. 2020-ൽ മുംബൈ പോലീസ് ഒരു വലിയ TRP അഴിമതി കണ്ടെത്തിയിരുന്നു. ബാർക്ക് ഉദ്യോഗസ്ഥരും ദേശീയ ന്യൂസ് ചാനലുകളും ചേർന്ന് റേറ്റിംഗിൽ കൃത്രിമം കാട്ടിയെന്നായിരുന്നു കേസ്. ഇതേ തുടർന്ന് 2020 ഒക്ടോബറിൽ ബാർക്ക് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പ്രസിദ്ധീകരണം താൽക്കാലികമായി നിർത്തിവെച്ചു. 2022 മാർച്ചിലാണ് ഇത് പുനഃസ്ഥാപിച്ചത്. എന്നാൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത് 2025 നവംബറിൽ പുറത്തുവന്ന കേരള TRP അഴിമതിയാണ്. മലയാളം ന്യൂസ് ചാനലായ 24 നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ് ഈ ക്രമക്കേട് പുറം ലോകം അറിയുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാർക്കിലെ സീനിയർ മാനേജറായ പ്രേംനാഥ്
കേരളത്തിലെ ഒരു ബ്രോഡ്കാസ്റ്ററിൽ നിന്നും കൈക്കൂലി വാങ്ങി TRP ഡാറ്റയിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് ആരോപണം. ഏകദേശം 100 കോടി രൂപ ക്രിപ്റ്റോ കറൻസി വഴി കൈമാറ്റം ചെയ്യപ്പെട്ടതായി 24 ന്യൂസ് ആരോപിച്ചു. ഈ തുക പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിൽ നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. പ്രേംനാഥ് ആഴ്ചതോറുമുള്ള റേറ്റിംഗ് ഡാറ്റ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് മുൻപ് തന്നെ ചില മലയാളം വാർത്താ ചാനലുകൾക്ക് കൈമാറിയിരുന്നതായി വാട്സപ്പ് ചാറ്റുകളും കോൾ ലോഗുകളും വ്യക്തമാക്കുന്നു. ബാർക്കിന്റെ മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ പിൻകോഡ് വിവരങ്ങൾ കൃത്രിമത്വത്തിനായി ഉപയോഗിച്ചു. ഇതിലൂടെയാണ് ഏതൊക്കെ വീടുകളിലാണ് മീറ്ററുകൾ ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അവരെ സ്വാധീനിക്കാനും സാധിച്ചത്. പ്രേംനാഥ് നൽകിയ കണക്കുകൾ ബാർക്ക് പിന്നീട് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളുമായി തികച്ചും യോജിക്കുന്നതായിരുന്നു. ഇത് തങ്ങളെ ഉദ്ദേശിച്ചാണോ എന്ന് 24 ന്യൂസിന്റെ മുഖ്യ എതിരാളിക്ക് ഉൾക്കിടലുമുണ്ടായിട്ടുണ്ടാകണം. അവർ പുതിയ തിയറിയുമായി രംഗത്തെത്തി. മലബാറിലെ 20,000 വരിക്കാർ മാത്രമുള്ള ഒരു ചെറിയ കേബിൾ ഓപ്പറേറ്ററുടെ ലാൻഡിംഗ് പേജിൽ തങ്ങളുടെ ചാനൽ ഉൾപ്പെടുത്തിയതാണ് റേറ്റിംഗിലെ കുതിപ്പിന് കാരണമെന്ന് അവർ വിശദീകരിച്ചു. ലാൻഡിംഗ് പേജ് എന്നാൽ TV തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ചാനൽ. 80 ലക്ഷത്തിലധികം കേബിൾ കണക്ഷനുകളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ചെറിയ ഒരു ഓപ്പറേറ്ററുടെ സ്വാധീനം റേറ്റിംഗിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കുമോ എന്ന സംശയം ബാക്കി. കേരള TRP അഴിമതി ഇന്ത്യയിലെ മുഴുവൻ ടെലിവിഷൻ റേറ്റിംഗ് സംവിധാനത്തിന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായി മാറി. 50,000 കോടി രൂപയുടെ TV പരസ്യ വിപണിയാണല്ലോ TRP ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. ബാർക്ക് ഉടൻ തന്നെ ഒരു സ്വതന്ത്ര ഏജൻസിയെ വെച്ച് ഫോറൻസിക് ഓഡിറ്റ് നടത്താൻ ഉത്തരവിട്ടു. കേരള പോലീസ് മേധാവി രവത ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ഈ സംഭവത്തോടെ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം TRPയിൽ കുറെ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. ദേശീയ പാനൽ 1.2 ലക്ഷം വീടുകളിലായി വികസിപ്പിക്കുക, ബാർക്കിന്റെ കുത്തക അവസാനിപ്പിച്ച് ഒന്നിലധികം റേറ്റിംഗ് ഏജൻസികൾക്ക് അംഗീകാരം നൽകുക, ബ്രോഡ്കാസ്റ്റർമാർക്ക് റേറ്റിംഗിൽ സ്വാധീനം ചെലുത്താനാവാത്ത വിധം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിയമങ്ങൾ കൊണ്ടുവരിക, ലാൻഡിംഗ് പേജ് ഇംപ്രഷനുകൾ ഔദ്യോഗിക റേറ്റിംഗിൽ നിന്ന് ഒഴിവാക്കുക എന്നിങ്ങനെ. ഇതൊന്നും വേട്ടപ്പട്ടികളെ പോലെ നിർത്താതെ ഓടുന്ന മലയാളം വാർത്താ ചാനലുകളെ ബാധിക്കുന്നതേയില്ല. ബാർക്ക് റേറ്റിംഗ് പുകയായപ്പോൾ അവർ മറ്റു വഴികൾ തേടി. BBC ഏതാണ്ട് 10 വർഷം മുമ്പ് ടെലിവിഷൻ വാർത്താ ലോകത്ത് അവതരിപ്പിച്ച ഡിജിറ്റൽ ഫസ്റ്റ് തിയറി മലയാളം ന്യൂസ് ചാനലുകൾ ഏറ്റെടുത്തു. ഡിജിറ്റലിനെ ഒരു എതിരാളിയായല്ല, പങ്കാളിയായി കാണണം എന്ന തിയറി. മനോരമ ന്യൂസ് 10 വർഷത്തിലേറെയായി മനോരമ ന്യൂസ് ആപ്പും വെബ്സൈറ്റും വഴി ഡിജിറ്റൽ രംഗത്ത് സജീവമാണ്. 2019 തന്നെ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോം അവർ ആരംഭിച്ചു. റിപ്പോർട്ടർ TVയും 24ഉം യൂട്യൂബ് സ്ട്രീമിംഗിൽ കാഴ്ചക്കാരെ കൂട്ടാൻ മത്സരിക്കുന്നു. പുതുതലമുറക്കാരനായ ന്യൂസ് മലയാളം 24/7 ബിസ് പൈലറ്റ് എഡ്ജ് പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജേർണലിസ്റ്റുകൾക്ക് തന്നെ ഗ്രാഫിക്സ് അടക്കമുള്ള വാർത്തകൾ വേഗത്തിൽ തയ്യാറാക്കാനും TVക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും വേണ്ടി ഉള്ളടക്കം ഒപ്റ്റിമൈസ് ചെയ്യാനുമുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളുടെ പ്രവർത്തന വേഗത 30% വർദ്ധിപ്പിച്ചതായി അവർ അവകാശപ്പെടുന്നു. അപ്പോഴും വിശ്വാസ്യതയും ഉള്ളടക്കത്തിലെ വ്യക്തതയും തിരിച്ചുപിടിക്കുക എന്ന മെനക്കെട്ട പണിക്ക് അവരാരും തയ്യാറായില്ല എന്നത് ഓർക്കണം. ഇപ്പോൾ ഒരു രൂപം കിട്ടിയ നിലയ്ക്ക് കേരളത്തിലെ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള വാർത്താ ചാനലുകളുടെ ബാലൻസ് ഷീറ്റ് നോക്കാം. പ്രതിവർഷം പരമാവധി 50 കോടി മുതൽ 60 കോടി രൂപ വരെ വരുമാനം, 45 മുതൽ 65 കോടി രൂപ വരെ ചിലവ്. ഇവരാരും പ്രവർത്തന ലാഭം നേടുന്നില്ലെന്ന് വ്യക്തം. എന്നിട്ടും കേരളത്തിലെ മുൻനിര ഗ്രൂപ്പുകളും കോൺഗ്ലാമറേറ്റായ ഇൻവെസ്റ്റർമാരും വാർത്താ ചാനലുകൾ തുടങ്ങാനും നിലനിർത്താനും പണമൊഴുക്കുന്നത് എന്തിനാണ്? വേറൊന്നിനുമല്ല, പൊതുബോധം തങ്ങളുടെ അജണ്ടകൾക്ക് അനുകൂലമാക്കാൻ, വാർത്തകൾ വളച്ചൊടിക്കാൻ, കൃത്യമായി പക്ഷം പിടിക്കാൻ, വെളുപ്പിക്കാൻ, കറുപ്പിക്കാൻ, തമസ്കരിക്കാൻ, തമ്മിൽ തല്ലിക്കാൻ, ഇല്ലാതാക്കാൻ. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് തന്നെയാണ്, സംശയമില്ല. അവർ കൂടി ഇല്ലെങ്കിൽ ഈ ലോകം കൂടുതൽ ഇരുണ്ടതാകും. അവർ ആരുടെ കൂടെ നിൽക്കുന്നു എന്നതും എയർ ടൈമിൻ്റെ പകുതി മുക്കാൽ സമയം ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതുമാണ് പ്രധാനം. അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ, ദി എക്സ്റ്റൻഷൻസ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ മാർഷൽ മക്ലുഹാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് മാധ്യമത്തിൽ നിന്നാണോ വാർത്ത അറിയുന്നത്, ആ മാധ്യമം തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഇതാ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇന്നലെ രാവിലെ മരിച്ചു എന്ന ഒരു വാർത്താ ചാനൽ പറയുമ്പോൾ അതിന് ഇത്രയും നാൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കാൻ കഴിയാത്തിടത്താണ് അവർ നമ്മളെ ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ചരിത്രം അപനിർമ്മിക്കപ്പെടുന്നു. ഇത്രയും നാൾ നമുക്ക് ഭാവി വാഗ്ദാനം ചെയ്തിരുന്നവർ ഇന്ന് വാഗ്ദാനം ചെയ്യുന്നത് ഭൂതകാലമാണ്. മണ്ണിനടിയിൽ നിന്നും ഓരോന്നായി കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഭൂതകാലം ഇതാ ഇത്രമേൽ സമ്പന്നമായിരുന്നുവെന്നും നമുക്ക് അതിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്നും പറയുന്നു. പുരോഗതിയെ പുറകിലേക്ക് നടത്തുന്നു. ഇതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കേണ്ടി വരുന്നു. കാരണം ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് 30 കോടി രൂപയുടെ ബിസിനസ്സാണ്. അവർ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ നോക്കും. ഈ സീൻ ഇനിയും വഷളാവും. മാധ്യമ സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ കാര്യമല്ലാതായി മാറിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളുടെ നടത്തിപ്പുകാരുടെ മാത്രം സ്വാതന്ത്ര്യമാവുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കുക മാത്രമാണ് പോംവഴി.